കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പുണ്യ പമ്പാ നദിയിൽ മാലിന്യം കലർത്തുന്നതിനെതിരെ പലവിധമായ പരാതികൾ കൊടുക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നാളെ ഈ പമ്പാ നദിയിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അതിൻ്റെ സമീപന തോടുകളിലും നീരൊഴുക്കുകളിലേക്കും ഒഴുക്കിവിടുന്നതിനെതിരെ പത്തനംതിട്ട ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുന്നിലും ഒരു ഒറ്റയാൾ സമര സന്ദേശ യാത്ര നാളെ നടത്തുകയാണ്. എൻ്റെ ഫേസ്ബുക്ക് വാളിൽ അതിൻ്റെ പോസ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഉള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ഒരു പരാതിക്കും യാതൊരുവിധ നടപടികളുമില്ല. ഇപ്പോൾ നമ്മൾക്കറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ശബരിമല മണ്ഡലകാലം ആരംഭിച്ച് നട തുറന്ന ഒരു സാഹചര്യമാണ്. കാലാകാലങ്ങളായി നമ്മളുടെ ഈ പുണ്യ പമ്പാ നദിയിൽ നിരവധി സ്ഥലങ്ങളിൽ കക്കൂസിൽ നിന്നുള്ള പൈപ്പ്, അത് വീടിൻ്റെ ആയാലും ബിൽഡിങ്ങുകളുടെ ആയാലും വ്യാപാര സ്ഥാപനങ്ങളുടേതായാലും നിരവധി സ്ഥലങ്ങളിൽ പുണ്യ പമ്പാ നദിയിലേക്ക് അതിൻ്റെ സമീപന തോടുകളിലേക്കും നിരവധി സ്ഥലങ്ങളിൽ പൈപ്പുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. 2021 വടശ്ശേരിക്കര ഹെൽത്ത് സെന്ററിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മുമ്പാകെ ഞാൻ ഒരു പരാതി കൊടുത്തു. അതിൻ്റെ വീഡിയോയും ഫോട്ടോയും സഹിതം ഞാൻ പരാതി കൊടുത്തിട്ട് സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തി. അവിടെ നീരൊഴുക്കിലേക്ക് മാലിന്യ പൈപ്പുകൾ തുറന്ന് പബ്ലിക്കായി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഹെൽത്ത് ഇൻസ്പെക്ടർ അയാൾ അവിടെ ചെയ്ത് അവർക്കൊരു നോട്ടീസ് കൊടുത്തിട്ട് കടന്നുപോയി. ആ ഒരു പരാതിയിൽ അവർക്ക് നോട്ടീസ് കൊടുത്തത് 7 ദിവസത്തിനുള്ളിൽ പൈപ്പ് എടുത്ത് മാറ്റണമെന്നും അവിടെ പ്രത്യേകം സോക്പിറ്റ് ഉണ്ടാക്കി അത് സ്ഥാപിക്കണമെന്നും ഒരു നോട്ടീസ് കൊടുത്തിട്ട് പോയി. എന്നാൽ അയാൾ ഒരാഴ്ചയല്ല, ഒരു വർഷമല്ല, 3.5 വർഷക്കാലം ആ പ്രദേശത്ത് ആ പരാതിയുടെ തുടർ നടപടിക്ക് വേണ്ടി അയാൾ കടന്നുപോയില്ല. 2024 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരാതി കൊടുത്ത് വീണ്ടും കൊടുത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറും വടശ്ശേരിക്കര പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്ത് അവരെ ഈ സ്ഥലത്ത് വന്ന് ഈ പൊതു നീരൊഴുക്ക് തോട്ടിലേക്ക് മാലിന്യ പൈപ്പ്, സെപ്റ്റിക് ടാങ്കിന്റെ ഓവർഫ്ലോ പൈപ്പ് അടക്കം അടുക്കള മാലിന്യവും കക്കൂസ് മാലിന്യത്തിന്റെയും പൈപ്പ് ഡയറക്റ്റായി തുറന്ന് നീരൊഴുക്കിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് 400-450 മീറ്റർ ദൂരം ഓടിയാൽ ഒരു വിശ്വാസ സമൂഹം ഒരുപാട് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പുണ്യ പമ്പാ നദിയിലേക്കാണ് ഈ മാലിന്യം മുഴുവൻ ഒഴുകിച്ചേരുന്നത്. ഈ പരാതിക്കും യാതൊരു നടപടിയും എടുക്കാതെ വീണ്ടും ഹെൽത്ത് ഇൻസ്പെക്ടർ അവർക്കൊരു നോട്ടീസ് കൊടുത്തു. എത്ര പ്രഹസനമായ, എത്ര വൃത്തികെട്ട ഒരു നിയമമാണ് നമ്മളുടെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ നടപ്പാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2023 സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം കുറച്ച് വകുപ്പുകളൊക്കെ വെച്ചിട്ട് കുറച്ച് നോട്ടീസും ബ്രോഷറും ഒക്കെ അടിച്ചിറക്കിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർ അത് പൊതുവിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും കടകൾക്കും വീടുകൾക്കും മുഴുവൻ വിതരണം ചെയ്തു. അതിൽ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. പൊതു നീരൊഴുക്ക് തോട്ടിലേക്കും കുടിവെള്ളം സ്രോതസ്സിലേക്കും, ഞാൻ വിശ്വസിക്കുന്നത് പമ്പാ നദി എന്ന് പറയുന്ന ഈ പമ്പാ നദിയിൽ നിന്നാണ് ഈ പത്തനംതിട്ട ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും കുടിവെള്ളം അവിടെ അതിന്റെ ഈ പമ്പയാറ്റിലെ വെള്ളം എടുത്ത് കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടാണ് കുടിവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടവർ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഈ 3.5 വർഷമായിട്ടും പരാതിക്ക് തെളിവുണ്ടായിട്ടും വിവരാവകാശ നിയമപ്രകാരം വടശ്ശേരിക്കര ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് കൊടുത്ത വിവരാവകാശ മറുപടിയിൽ, ആ മറുപടിയിൽ അയാൾ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. നീരൊഴുക്ക് തോട്ടിലേക്ക് നീരൊഴുക്കിലേക്ക് മാലിന്യ പൈപ്പ് വെച്ച് മാലിന്യം ഒഴുക്കി വിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മറുപടി തന്ന അതേ ഹെൽത്ത് ഇൻസ്പെക്ടർ അതിനുശേഷം ഞാൻ വടശ്ശേരിക്കര പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിട്ട് പോയി കണ്ടു. ഞാൻ സമരങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് എന്റെ മുന്നിൽ വെച്ച് വടശ്ശേരിക്കര ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി വടശ്ശേരിക്കര ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിരവധി തവണ ഇദ്ദേഹം തന്ന പരാതിക്ക് നിങ്ങൾ നടപടിയെടുത്തിട്ടില്ല. ആ ഒഴുക്കിവിട്ട വ്യക്തിക്കെതിരെ കേസെടുത്ത് റാന്നി മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ട് അതിന്റെ പകർപ്പ് പരാതിക്കാരനായ ജോസഫ് ഇടുക്കളയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 1.5 മാസമായി. ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയ്തത്
ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് അയാൾ എതിർ കക്ഷിയെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി തരാം, നിങ്ങൾ ഒരു ക്ഷമാപണം കത്തെഴുതി ഇവിടെ കൊണ്ട് തരണമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നൊരു ക്ഷമാപണം എഴുതി വാങ്ങി. അയാള് സെക്രട്ടറിയോട് പറഞ്ഞു, അവരൊരു ക്ഷമാപണം എഴുതി തന്നിട്ടുണ്ട്, ഇനിയും കേസെടുക്കണമോ? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ ഒരേ വിഷയത്തിൽ 3.5 വർഷക്കാലം നിരവധി തവണ ഞാൻ പരാതി തന്നിട്ടും നിങ്ങൾക്ക് ഒരു നടപടി എടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ബാക്കി തുടർ നടപടികൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടറിഞ്ഞുകൊള്ളണം. ഇതിനകത്ത് പറയുവാനുള്ളത്, ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിൽ, നമ്മൾക്കറിയാം ഇടുക്കി ജില്ലയിൽ പീരുമേടെന്ന് പറയുന്ന സ്ഥലത്ത്, പുളച്ചിമല എന്ന് പറയുന്ന സ്ഥലത്ത് സമുദ്രനിരപ്പിൽ നിന്നും 1650 മീറ്റർ ഉയരത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ പമ്പ നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും 1650 മീറ്റർ ഉയരത്തിലാണ്. ആ പുളച്ചിമല എന്ന് പറയുന്ന പീരുമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് തുടങ്ങുന്ന പുണ്യ പമ്പാ നദി, എങ്ങനെയാണ് പുണ്യ പമ്പാ നദി ഉണ്ടായത്? അതൊരു വിശ്വാസമാണ്. രാമായണത്തിൽ പറയുന്നുണ്ട്, രാമലക്ഷ്മണന്മാർ പമ്പാ തീരത്ത് വരികയും അവിടെ ശബരി എന്ന് പേരുള്ള ഒരു സന്യാസിനി അവർക്ക് ആതിഥ്യം അരുളി എന്ന് രാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഹൈന്ദവൻ വിശ്വസിക്കുന്നത്. ഇതൊരു പുണ്യ പമ്പാ നദിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണത് പുണ്യ പമ്പാ നദി ആയത്? ശബരിമലയിലൂടെ അടിവാരങ്ങളിൽ കൂടെ ഒഴുകി 176 കിലോമീറ്റർ സഞ്ചരിച്ച് ആലപ്പുഴ ജില്ലയിൽ മണിമലയാറും അതേപോലെ തന്നെ മറ്റൊരു നദിയും കൂടെ ചേർന്ന് വേമ്പനാട്ട് കായലിൽ സംഗമിക്കുന്ന ഈ പുണ്യ പമ്പാ നദി, ഒരു വിശ്വാസമെന്ന് പറയുന്നത് പുണ്യ പമ്പാ നദിക്ക് ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹമുണ്ടാകുമെന്നും അവിടെ ഈ ജലം ഒരു തീർത്ഥ ജലമാണെന്നും അതിൽ കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിവിടെ നാനാജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ വർഷങ്ങളായി പുണ്യ പമ്പാ നദിയായി കരുതിക്കൊണ്ടിരുന്ന പുണ്യ പമ്പാ നദിയിലേക്കാണ് ഇത്രയും മാലിന്യം നിറഞ്ഞ, ഇത്രയും വൃത്തികെട്ട ഓപ്പണായിട്ട് കക്കൂസിൽ നിന്നുള്ള മാലിന്യ പൈപ്പുകൾ തുറന്നു വെച്ചിട്ട് ഇവിടെ പരാതി കൊടുത്തിട്ടും വീഡിയോ സഹിതം അവരുടെ കയ്യിൽ റെക്കോർഡ് ഉള്ളപ്പോഴും ഇതിനെതിരെ നടപടിയെടുക്കുവാൻ ഒരുത്തനും സാധ്യമല്ല. ഇതൊരു വിശ്വാസ സമൂഹത്തെ അവഹേളിക്കലാണ്. ഈ പുണ്യ പമ്പാ നദിയിൽ മാലിന്യം കലർത്തുന്നവർ അവരുടെ തലമുറകൾ ശപിക്കപ്പെടുമെന്ന് വരെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് നാളെ പത്തനംതിട്ട, ഞാൻ ഈ വിഷയത്തിൽ പത്തനംതിട്ട ബഹുമാനപ്പെട്ട കലക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയുമില്ല. അതിനെതിരെയാണ് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജില്ലയിലെ ആസ്ഥാനത്ത് നിന്ന്, കലക്ടറേറ്റിന്റെ പടിക്കൽ നിന്ന് ഞാൻ ഒറ്റയാൾ സമര സന്ദേശ യാത്ര പുണ്യ പമ്പാ നദിയിൽ മാലിന്യം കലർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ മാലിന്യം കലർത്തുന്നവരെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ ഒരു വൺ ഡേ പ്രോഗ്രാം, വൺ ഡേ സമര സന്ദേശ യാത്ര ഞാൻ തുടങ്ങുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയാൾ സമരമാണ്. ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വരാം. ഏതൊരു മനുഷ്യനും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാം. ആരും വന്നില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷയവുമില്ല. പല വിഷയങ്ങളിലും ഒറ്റയാൾ സമരങ്ങളാണ് ഈ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ സമരം ഈ പുണ്യ പമ്പാ നദിക്ക് വേണ്ടിയാണ്. ഇതിൽ മാലിന്യം കലർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണം. സർക്കാരിന്റെ 23 പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം ഇവർ വിളിച്ചു അട്ടഹസിച്ച് ഘോഷിച്ചു പറയുന്ന നിയമമനുസരിച്ച് ഇങ്ങനെയുള്ള ഈ ഹീനപ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണം
ഇതിന് കൂട്ടു നിൽക്കുന്ന, നടപടിയെടുക്കാൻ മടിച്ചു നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഇവരെയൊക്കെ സംരക്ഷിക്കുക, ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ഞാൻ മറ്റേതിന്റെ ആ ഡീപ്പായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നില്ല. നമ്മൾക്കറിയാം, ഒരു കാലത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര ലംഘനമൊക്കെ നടത്തിയ സാഹചര്യം നമ്മൾക്കറിയാം. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. മനഃപൂർവമായി ഈ ഒരു വിശ്വാസ സമൂഹത്തെ അവഹേളിക്കണം. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗം മാത്രം അങ്ങോട്ട് മാറ്റിവെക്കാം. ഈ പുണ്യ പമ്പാ നദിയിൽ എന്റെ ചെറുപ്പകാലത്ത് കുളിക്കുകയും ആ സമയത്ത് ദാഹിക്കുമ്പോൾ ആ 2 കൈ കൊണ്ടും ആ വെള്ളം കോരി കുടിച്ചിട്ടുള്ള ഓർമ്മ എനിക്കുണ്ട്. ഇന്ന് ഒരു മനുഷ്യന് പോലും പുണ്യ പമ്പാ നദിയിൽ നിന്ന് ഒരിറ്റ് വെള്ളം കുടിക്കുവാൻ തോന്നുകയില്ല, ആരും കുടിക്കത്തുമില്ല. കാരണം അത്ര മലിനമാണ് പുണ്യ പമ്പാ നദി. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. വടശ്ശേരിക്കര ഹെൽത്ത് സെന്ററിൽ ഞാനൊരു വിവരാവകാശം കൊടുത്തു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ വടശ്ശേരിക്കരയിലെ നിവാസികൾ നിങ്ങളുടെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം വീടുകളിൽ എത്തിക്കുന്നത് ഈ പുണ്യ പമ്പാ നദിയിൽ നിന്നാണ്. ഈ കുടിവെള്ള യോഗ്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ലാബ് പരിശോധിച്ച റിപ്പോർട്ട് പകർപ്പ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശം കൊടുത്തു. അതേപോലെ തന്നെ പമ്പാ നദിയിൽ അവിടെ നിന്ന് എടുക്കുന്ന പമ്പ് ഹൗസുകളിലും ആ വാട്ടർ ടാങ്കുകളിലും നിങ്ങൾ പരിശോധന നടത്താറുണ്ടോ? മുഴുവൻ റിപ്പോർട്ടുകളും ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചു. പമ്പയാറ്റിലെ വെള്ളം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ടോ? അതും ചോദിച്ചു. വടശ്ശേരിക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതലപ്പെട്ടവർ എനിക്ക് തന്ന വിവരാവകാശ മറുപടിയിൽ ഞങ്ങൾ പരിശോധിക്കാറില്ല. കുടിവെള്ള ടാങ്കുകളിൽ കുടിവെള്ളമെന്ന് പറഞ്ഞ് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് കുടിക്കുവാൻ കൊടുക്കുന്ന വെള്ളം പമ്പയാറ്റിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. പമ്പ് ഹൗസിൽ നിന്ന് അവിടെ ഒരു കിണർ കുത്തിയിട്ടുണ്ട്. പമ്പയാറിന്റെ തീരങ്ങളിൽ കിണർ കുത്തി ആ വെള്ളമാണ് നമ്മൾക്ക് പമ്പ് ചെയ്ത് വീടുകളിൽ തരുന്നത്, മനുഷ്യന് കുടിക്കുവാൻ വേണ്ടി. ആ വെള്ളം ഇവർ ഒരു ലാബ് പരിശോധനകളും ചെയ്യാറില്ല എന്ന് വിവരാവകാശ മറുപടി എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരാഴ്ചയായുള്ളൂ. അവർ ചെയ്യുന്ന ഒരു കാര്യം അവർ എഴുതിയിട്ടുണ്ട് അതിനകത്ത്, ഞങ്ങൾ വാട്ടർ ടാങ്കുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊണ്ട് അണുവിമുക്തമാക്കി എന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പമ്പയാറിൽ ഞങ്ങൾ വെള്ളം പരിശോധിക്കാറില്ല, ഞങ്ങളുടെ അധികാര പരിധിയിൽ അല്ല എന്ന് വടശ്ശേരിക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം പൊതുജനങ്ങളുടെ അറിവിലേക്ക്. നമ്മളുടെ നാട്ടിലെ പുഴകളുടെ തീരങ്ങൾ, അതിന്റെ സംരക്ഷണം, കടവുകൾ സംരക്ഷണം, അതേപോലെ തന്നെ നീരൊഴുക്ക് തോടുകൾ, ഇതിന്റെ മുഴുവൻ സംരക്ഷണം എന്ന് പറയുന്നത് അതാത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. അറിവില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എനിക്ക് മറുപടി തന്നവനോടാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഈ പൊതുജന ആരോഗ്യ സംരക്ഷണ നിയമം എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും 5 രൂപയുടെ മീൻ വാങ്ങി പൊതിഞ്ഞു കൊണ്ടുപോയാൽ അവന് 5000 രൂപ ഫൈൻ അടിക്കുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം അത് അണുവിമുക്തമാണ്, ഇത് ശുദ്ധി ചെയ്ത വെള്ളമാണ്, കുടിവെള്ള യോഗ്യമാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ്. ഇത് ചെയ്യാതെ നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ള ഈ വെള്ളമാണ് കുറച്ച് ക്ലോറിൻ ഇട്ടിട്ട് ഈ വീടുകളിലേക്ക് കുടിവെള്ളമായി കൊടുക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? ഇവിടുത്തെ ആരോഗ്യ വകുപ്പാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അതാത് സ്ഥലങ്ങളിൽ ഈ കുടിവെള്ള സ്രോതസ്സുകൾ അതാത് സമയങ്ങളിൽ അവരത് പരിശോധിച്ച് അതിനകത്ത് യാതൊരു മാലിന്യവും ഇല്ല, മനുഷ്യന് കുടിക്കുവാൻ യോഗ്യമായതാണെന്ന് ഉറപ്പുവരുത്തേണ്ടവന്മാരാണ് ഈ വീഴ്ചകൾ ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെയാണ് നാളെ എന്റെ ഒറ്റയാൾ സമരം. ഞാൻ കൂടുതലായി ലൈവ് നീട്ടി ഒരു കാര്യങ്ങളും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ
പരിപാടിയിൽ ബാക്കി കാര്യങ്ങൾ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലി അതാത് സമയത്ത് തെളിവുണ്ടായിട്ടും അതിന് നടപടിയെടുക്കാത്തവർക്കെതിരെ ഞാൻ സ്വമേധയാ കോടതിയിൽ പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രം എനിക്ക് സപ്പോർട്ട് തരും. എനിക്ക് മറ്റൊരു സപ്പോർട്ടും വേണ്ട. ഇത് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. നാളത്തെ പരിപാടിയിൽ നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ ഏത് സ്ഥലത്ത് റാന്നിയിലോ വടശ്ശേരിക്കരയിലോ ചിറ്റാറിലോ നിങ്ങൾക്ക് കടന്നു വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ വരുന്ന സമയങ്ങൾ ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഇടും. ഇതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ പുണ്യ പമ്പാ നദിയിൽ മാലിന്യം കലർത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണം. ഇത് മാലിന്യമുക്തമായി പഴയ കാലത്തെ നമ്മളുടെ പിതാക്കന്മാർ അവർ കണ്ട ആ പുണ്യ പമ്പാ നദിയിലെ ഇതൊരു തീർത്ഥ ജലമാണെന്ന് നമ്മൾക്ക് വീണ്ടും ആ ഒരു പമ്പയെ പുനരുദ്ധരിച്ചുകൊണ്ട് ആ ശുദ്ധിയോടെയുള്ള വെള്ളം, നമ്മൾക്ക് കുടിക്കുവാൻ യോഗ്യമായിട്ടുള്ള വെള്ളം, അതിനുള്ള തുടർ നടപടികൾ നിങ്ങളും കൂടെ ഏറ്റെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ലൈവ് നിർത്തുന്നു. വാച്ച് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.